സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനയോദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകും. ശുദ്ധമുള്ള എന്റെ ഓർത്തോറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നമുക്ക് തുടങ്ങാമല്ലോ ക്ലാസ് അല്ലേ? നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് സഭയുടെ ബേസിക് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. നിറയുന്ന സഭയെക്കുറിച്ചും അതിന്റെ അപ്പോസ്തോലികമായ കാര്യങ്ങളെ സംബന്ധിച്ചും അത് ക്രിസ്തുവിന്റെ സഭ എങ്ങനെയാകുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് കുറച്ചുകൂടി സുപരിചിതമായ ഒരു 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 ഭാഗമാണ് സഭ ക്രിസ്തുവിന്റെ മണവാട്ടി എന്നുള്ളത്. ക്രിസ്തുവിന്റെ മണവാട്ടിയും ശരീരവുമായ സഭ. അപ്പൊ സഭയുടെ രണ്ട് തലങ്ങളെ സംബന്ധിച്ചാണ് അത് പറയുന്നത്. അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും മറ്റ് പുതിയ നിയമ എഴുത്തുകാരുടെ സഭയുടെ സ്വഭാവം വ്യക്തമാക്കുന്നതിനായി ചില വാങ്മയ ചിത്രങ്ങൾ നമ്മെ വരച്ചു കാട്ടുന്നുണ്ട് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ചിത്രം. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യവും, കൊലോസ് ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഈ വാങ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക എന്നാണ് അതിന്റെ അർത്ഥം. വാങ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം പരിഭാഷ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ സഭയെ വാക്കുകൾ കൊണ്ട് വരച്ചു കാട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് സഭയ്ക്ക് ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നതെന്ന് വ്യക്തമായി നമ്മളെ കാണിച്ചു തരുന്നത്. അതിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമായ സഭ. ഒരു ശരീരം എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യന്റെ ശരീരത്തിൽ വിവിധ അവയവങ്ങളുണ്ട്. അത് പൗലോസ് വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു ശരീരം, ആ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഉള്ളിൽ രക്തമൊഴുകുന്നു. അത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഒക്കെ ഒഴുകി ഇങ്ങനെ പോകുന്നു. ഇത് തന്നെയാണ് സഭ. ഒരു അവയവം മറ്റൊരു അവയവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അങ്ങനെയാണ് സഭയെ ചിത്രീകരിച്ചിരിക്കുന്നത്. സഭയുടെ ചിത്രം വരച്ചു കാട്ടുന്നത് അങ്ങനെയാണ്, മനുഷ്യ ശരീരത്തോടാണ്. അതുകൊണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒന്നും സഭയ്ക്കകത്തില്ല. എല്ലാം ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുന്നു. അതിന്റെ അർത്ഥം ഒന്നിന് ഗുണമുണ്ടായാൽ മറ്റൊന്നിനും ഗുണമുണ്ടാകും. ഒന്നിന് ഗുണമില്ലാതെ വന്നാൽ അത് മറ്റതിനെയും ബാധിക്കും എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, കാലിന്റെ വിരലിൽ ഒന്ന് കല്ലിൽ തട്ടിയാൽ അത് ശരീരമാസകലം വന്ന് അതുമായി ബന്ധപ്പെട്ട് അതിനെ ശുശ്രൂഷിച്ച്, അല്ലെങ്കിൽ കണ്ണിലൊരു ചെറിയ ഒരു കരട് വീണാൽ ഒരു കൈ അതിന്റെ സഹായത്തിനെത്തുന്നത് പോലെ സഭയിലെ എല്ലാ അവയവങ്ങളും എല്ലാ അംഗങ്ങളും ഒരുപോലെ ചേർന്ന് വരുന്നു എന്നുള്ളതാണ്. പൗലോസ് ശ്ലീഹ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്ന് നമ്മളെ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ശ്ലീഹ മറ്റൊന്ന് പറയുന്നത് ക്രിസ്തു ആകുന്ന തല എന്ന് പറയുന്നു. അപ്പോ സഭയുടെ തല ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്നാണ് സഭ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ബന്ധം എപ്പോഴും നിലനിൽക്കുന്നു എന്ന് നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരാധനാ സമൂഹത്തിൽ ഒരു വ്യക്തി മാത്രമല്ല നിൽക്കുന്നത്.
സഭയിലെ വലിയൊരു സാക്ഷികളുടെ സമൂഹം ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. സാക്ഷികളുടെ വലിയ സമൂഹം ഇതിനു ചുറ്റും നിൽക്കുന്നുണ്ട്. അവിടെയാണ് ആരാധനയിൽ അപ്പോസ്തലന്മാരും കന്യകമറിയാമും പരിശുദ്ധന്മാരും വിശ്വാസികളായ സഹോദരന്മാരും എല്ലാവരും ചേർന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമുള്ളതിന് ക്രിസ്തു ഒരു തല, സഭയാകുന്ന ശരീരം, ഇതിലെല്ലാ അംഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ അകത്ത് നിറയുന്നതാണ് ഒരു കൂട്ടായ ആരാധന എന്ന് പറഞ്ഞാൽ പരിശുദ്ധന്മാരും കന്യകമറിയാമും വിശ്വാസികളായ സഹോദരന്മാരും അപ്പോസ്തലന്മാരും എല്ലാവരും ചേർന്ന് ഒരു സമൂഹമായി നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ നമുക്ക് വേണ്ടിയും നാം അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പരസ്പര ബന്ധത്തിൽ ഈ സഭ നിൽക്കുന്നു എന്നാണ് ആദ്യത്തെ ഭാഗത്ത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പൂർണ്ണമായ ആ ഒരു അർത്ഥം ഒരു ചിത്രം വരച്ചു കാട്ടുന്നത് അങ്ങനെയാണ്. രണ്ടാമത്, സഭയിൽ എന്താണ് സംഭവിക്കുന്നതെന്നാ പറയുന്നത്. അതിൽ പ്രാർത്ഥന എന്നൊരു വലിയ കാര്യമുണ്ട്. സഭയുടെ പ്രാണവായുവാണ് പ്രാർത്ഥന എന്നാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. രണ്ടാമത്തെ ഖണ്ഡത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗത്തായിട്ട് പറയുന്നു. പ്രാർത്ഥന സഭയിലെ പ്രാർത്ഥന ശരീരത്തിന്റെ പ്രാണവായുവാണ് എന്ന് പറഞ്ഞാൽ സഭ നിലനിൽക്കുന്നത് തന്നെ പ്രാർത്ഥനയിലാണ്, പ്രാർത്ഥനയുമായി ചേർന്നാണ്. അതിന് താഴോട്ടുള്ള ഭാഗം, ആ പേജിന്റെ താഴോട്ടുള്ള ഭാഗം ഒന്ന് എടുത്താട്ടെ. ഓക്കെ, പ്രാർത്ഥന എന്ന പ്രാണവായു. അതെ, അപ്പോ പ്രാർത്ഥന ശരീരത്തിന്റെ പ്രാണവായു എന്ന് പറഞ്ഞാൽ വായു ഇല്ലെങ്കിൽ ശരീരം മരിച്ചു പോകും. പരസ്പരം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ സഭയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ പരസ്പരമുള്ള പ്രാർത്ഥന, സഭയിൽ പ്രാർത്ഥന ആവശ്യമാണ്. അത് പരസ്പരമുള്ള പ്രാർത്ഥനയായിട്ടാണ് നിലനിൽക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല, സഭയ്ക്ക് ജീവനില്ല എന്നാണ് പറയുന്നത്. ഇനിയും പ്രാർത്ഥന ആർക്ക് വേണ്ടിയാണ്? പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല സഭ പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ്. എന്താ കാരണം? യേശു ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത് സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിനു വേണ്ടി മുഴുവനും വേണ്ടിയിട്ടാണ്. റോമാലേഖനം അതിന്റെ അർത്ഥം പറയുന്നത് അങ്ങനെയാണ്. റോമാലേഖനം പറയുന്നത് എന്താ പറയുന്നത്? സൃഷ്ടി മുഴുവനും നിത്യപിതാവായ ദൈവത്തിന്റെ നിത്യപുത്രനായ യേശു ക്രിസ്തുവിന്റെ ശരീരമായി തീർന്ന് ദൈവമഹത്വം അനുഭവിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ ആഗ്രഹം എന്താ? എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു സഭയും സമൂഹവും ഉണ്ടാകണം. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ എല്ലാവരും ചേർന്ന് വരുന്നു എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, യേശു മരിച്ചത് ലോകത്തിനു വേണ്ടിയിട്ടാണ്. ഈ സ്നേഹത്തിന് അതിരുകളില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻസ് ഇല്ലാത്ത, ഇവിടെ കൊണ്ട് പ്രാർത്ഥന അവസാനിക്കുന്നു, ഇന്ന ഇന്ന ആളുകൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു എന്നൊരർത്ഥം അതിന് ഇല്ല എന്നാണ്. അതുകൊണ്ട് സ്നേഹത്തിന്, പ്രാർത്ഥനയ്ക്ക് ഒന്നും അതിരുകളില്ല. യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ പ്രാർത്ഥനയിൽ നിന്നും നമ്മെ പുറന്തള്ളുന്നില്ല. എന്ന് പറഞ്ഞാൽ ആരും പ്രാർത്ഥനയ്ക്ക് പുറത്തുള്ളവരില്ല. സഭയുടെ ജീവന്റെ അകത്താണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് മരിച്ചവരും ജീവനുള്ളവരും യഹൂദനും വിജാതീയനും യവനനും ബർബരനും എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഈ ലോകത്തിലുണ്ടോ, എങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോ, അവരെല്ലാം ഈ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ സ്നേഹത്തിലുള്ള ഭാഗമാണ് എന്നാണ് പറയുക. അതുകൊണ്ട് അതിഭാഗത്ത് ക്രിസ്തുവിന്റെ ശരീരം, അതുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകണമെങ്കിൽ. സഭയുടെ ജീവനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന ആരെയും തള്ളിക്കളയുന്ന പ്രാർത്ഥനയില്ല, എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന പ്രാർത്ഥന എന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് നമ്മളെ തുബ്ദേനിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ വിശ്വാസികളെ മാത്രമല്ല, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ലോകത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, വാങ്ങിപ്പോവരെ, ജീവനുള്ളവരെയും സഭയിലെ
സഭയ്ക്ക് പുറത്തുള്ളവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. നമ്മുടെ തുബ്ദേനുകളുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങനെയാണ്. വിശുദ്ധ കുർബാനയിൽ നമ്മുടെ പേരുകൾ ഓർക്കാൻ ചില ആളുകൾ ചോദിക്കും. എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ രോഗികളായിരിക്കുന്ന വാങ്ങിപ്പോയ ക്രൈസ്തവ വിശ്വാസികൾ അല്ലാത്ത ആരുടെയെങ്കിലും പേരുകൾ വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നതിൽ തരുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയും, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിശുദ്ധ കുർബാന. അല്ലാതെ ഓർത്തഡോക്സ് സഭയിലെ കുർബാന ഓർത്തഡോക്സുകാർക്ക് മാത്രം, കത്തോലിക്കലെ സഭയിലെ കത്തോലിക്കക്കാർക്ക് മാത്രം അങ്ങനെ ഒരു കുർബാനയില്ല. ഈ ലോകത്തെ മുഴുവനും ദൈവസന്നിധിയിൽ. അതുകൊണ്ട് നമ്മുടെ വിവിധ പെരുന്നാളുകൾ നമ്മൾ നോക്കിക്കേ. ദനഹാ പെരുന്നാളിൽ വെള്ളത്തെ വാഴ്ത്തുന്നത് ഈ ലോകത്തിലെ മുഴുവൻ വെള്ളങ്ങളെയും വാഴ്ത്തുന്ന എന്ന് പ്രാർത്ഥന അതിൻ്റെ അകത്തുണ്ട്. ഊശാനയിൽ വൃക്ഷലതാദികളെ മുഴുവൻ വാഴ്ത്തുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് സാർവലൗകികമായ ഒരു പ്രാർത്ഥന നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ ഒന്നാണ്. ഇനിയും ഇതിന് 2 തലങ്ങളുണ്ട്, ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഈ പ്രാർത്ഥന എല്ലാവരെയും നമ്മൾ ചേർക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും 2 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പ്രത്യേകമായി നമ്മൾ ഓർത്തിരിക്കണം. ഇങ്ങനെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ അംഗങ്ങളാകുന്ന ആളുകളുടെ 2 തലങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ തലത്തെക്കുറിച്ച് പറയുന്നത്, ജനിച്ച് ഈ വിശുദ്ധ സഭയിൽ മാമോദീസ മുങ്ങി കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ, അവരെ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, അവർ സഭയിലെ അംഗങ്ങളാണ്. നമ്മൾ സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചായി പറയുന്നത്, മാമോദീസ മുങ്ങി ഈ സഭയിൽ, നമ്മൾ വലിയ അഭിമാനത്തോടെ പറയല്ലോ, ഞാൻ ഈ സഭയിൽ ജനിച്ചു, മാമോദീസ മുങ്ങി ഈ സഭയിൽ വളർന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു രീതിയുണ്ട്, ഒരു അനുഭവമുണ്ട്. അത് ഒന്നാമത്തെ തലം. അത് 1. 2, ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന, ഇതിന് പുറത്തുള്ള ചില ആളുകളെ കൂടി നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്: ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലും ഛായയിലും ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചു. മുമ്പേ പറഞ്ഞതുപോലെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി ഭൂമിയിൽ വന്ന, എല്ലാവർക്കും വേണ്ടി മരിച്ചു, എല്ലാവർക്കും വേണ്ടി ഉയർന്നു. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആർക്ക് വേണ്ടിയാ? നമ്മൾ എടുത്തു നോക്കിക്കേ. ഒരിടത്ത് പോലും സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയില്ല. അവരോട് ചേർന്ന് ഈ ലോകത്തെ മുഴുവൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ 2 തലങ്ങളിലുമുള്ള ആളുകൾ യേശു ക്രിസ്തു ആകുന്ന സഭയിലെ അംഗങ്ങളായി ഉൾക്കൊള്ളും, അതിന്റെ ഭാഗമായി ഉൾക്കൊണ്ടു പോകുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പ്രത്യേകമായി ഓർക്കണം. ഒരു പ്രാർത്ഥനയിലും ആരെയും ഒഴിച്ചു നിർത്തി പ്രാർത്ഥിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനകളോ, അംഗങ്ങൾ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ വേർഡാണ് ഈ അംഗം എന്ന് പറയുന്നത്. സഭയുടെ അംഗം എന്നൊക്കെ പറയുന്നത് ടെക്നിക്കൽ വേർഡായിട്ട് മാത്രം അതിനെ കരുതിയാൽ മതി. അതിന് മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മറ്റൊരു തലത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതിപ്പോ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് അങ്ങനെയാണ് പറയുന്നത്. ഇനിയും ശരീരം എന്ന ദേവാലയം, അത് 4-ാമത്തെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. യേശുക്രിസ്തു ഒരിക്കൽ അവരോട് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയും എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൂടെ നിന്ന ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല. ആ സമയത്ത് അത് മനസ്സിലായില്ല, എന്തിനെ കുറിച്ചാ പറഞ്ഞതെന്ന് അവർക്ക് ആ സമയത്ത് മനസ്സിലായില്ല. പക്ഷെ ഉയർപ്പിന് ശേഷമാണ് അവർക്കും അത് മനസ്സിലായത്. അതെന്താ കാര്യം പറയുന്നത് എന്ന് അവർക്ക് വ്യക്തമായി പറയുന്നത്. കർത്താവ് അവിടെ ഉദ്ദേശിച്ചത് നമുക്കറിയാവുന്നതുപോലെ, ഇതൊന്നും വിശദീകരണത്തിന്റെ കാര്യമല്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കർത്താവ് അവിടെ ഉദ്ദേശിച്ചത് മരിക്കുകയും 3-ാം ദിവസം ഉയർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ കാര്യമായിരുന്നു. അപ്പൊ അതാണ് പറഞ്ഞത്. അതാണ് ശരീരം എന്ന ദേവാലയം എന്ന് കർത്താവ് അവിടെ ഓർമ്മിപ്പിച്ചത്. അതുമായി ചേർന്ന് വരുന്നതാണ് അടുത്തത്, 5-ാമത്തെ ഭാഗം അതുമായി ചേർന്ന് വരുന്നതാണ്. അവിടെയാണ് നമ്മൾ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ എന്ന് പറഞ്ഞാൽ, സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സഭ ക്രിസ്തുവിന്റെ മണവാട്ടി 10 കന്യമാരുടെ ഉപമയിൽ വളരെ വ്യക്തമായി അത് ചിത്രീകരിച്ചിട്ടുണ്ട്. മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന
കന്യകമാരുടെ ഉപമയാണല്ലോ. നമുക്ക് 10 കന്യകമാരുടെ ഉപമ, അത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൽ 5 കന്യകമാർ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും ആയിരുന്നു എന്നൊക്കെ ഉള്ളത് മറ്റൊരു വശം. അതിനെക്കുറിച്ചല്ല. ഇവരെല്ലാം കാത്തിരുന്നത് മണവാളന് വേണ്ടിയിട്ടാണ്. മണവാളനോടൊപ്പം മണവറയിലേക്ക് പ്രവേശിക്കുന്നു. സഭ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കുകയും ചെയ്യുന്നു. ഈ സഭ ക്രിസ്തു എന്ന മണവാളന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോ സഭ മണവാട്ടിയാണ്, ക്രിസ്തു മണവാളനാണ്, അതുകൊണ്ട് കാത്തിരിക്കുന്നു. നമ്മുടെ പല വിവാഹ കൂദാശകളിലും നമ്മൾ കാണുന്ന ചില ഒരു കാര്യം, ഇതിൻ്റെ അകത്തൊരു ഒരു അംശം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിവാഹത്തിന് ആദ്യം മണവാളനാണോ മണവാട്ടിയാണോ ദേവാലയത്തിനകത്ത് പ്രവേശിക്കേണ്ടത് എന്ന ഒരു ചോദ്യം. പല ആളുകളും അതിനെക്കുറിച്ച് എത്ര ബോധവാന്മാരാണ് എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എങ്കിലും ഞാൻ പറയാം, സഭയാകുന്ന മണവാട്ടി ക്രിസ്തുവാകുന്ന മണവാളന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന ചിത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. വിവാഹത്തിലും അത് തന്നെയാ സംഭവിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിനകത്ത് ആദ്യം മണവാട്ടി പ്രവേശിക്കണം, എന്നിട്ട് മണവാളന് വേണ്ടി കാത്തിരിക്കണം. ഇതാണ് വിവാഹത്തിൽ, നമ്മുടെ വിവാഹ കൂദാശകളിൽ സംഭവിക്കേണ്ട കാര്യം. നിർഭാഗ്യവശാൽ ഇന്ന് പലയിടത്തും അത് സംഭവിക്കുന്നില്ല. അതൊരു കൾച്ചറൊക്കെ നമ്മുടെ മാറിയിട്ടുണ്ട്. നമ്മൾ പുതിയൊരു കൾച്ചറിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. ഒരുപക്ഷെ പഴയ കാലങ്ങളിലൊക്കെ പ്രായമുള്ള അച്ഛന്മാരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പഴമക്കാരൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ചരിത്രത്തിൽ അവരുടെ വിവാഹകൂദാശകളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ദേവാലയത്തിൽ വരുന്നത് പോലും ആദ്യം മണവാട്ടി വരണം, പിന്നീടാണ് മണവാളൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അന്നൊക്കെ തൊട്ടടുത്തുള്ള വീടുകളും ഒക്കെ വരാനുള്ള സൗകര്യങ്ങൾക്കനുസരിച്ചൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോ വരേണ്ടതും അങ്ങനെയാണ്. അതിനുശേഷം ദേവാലയത്തിൽ പ്രവേശിക്കേണ്ടത് പോലും ആദ്യം മണവാട്ടി വന്ന് മുൻപിൽ നിന്നതിന് ശേഷം മണവാളൻ ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് വരുന്ന രീതി ആയിരുന്നു നമുക്കുള്ളത്. ഇന്ന് പലയിടത്തും അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നേരെ അത് തിരിഞ്ഞു പോയിട്ടുണ്ട്. എന്താ കാര്യം, കാരണത്തിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ അതാണ് അതിന്റെ യഥാർത്ഥമായ കാരണം. മണവാട്ടി മണവാളന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കണം എന്നാണ് ഈ 10 കന്യമാർ ഉപമയിൽ. അത് തന്നെ, മണവാട്ടി മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അതാണ് അതിന്റെ ഉള്ളിൽ അത് പറഞ്ഞിട്ടുള്ളത്. അത് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ലേഖ പറയുന്നത് എന്താ? അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആ സഭയും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം, ക്രിസ്തുവും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് എന്താ? സർവാഭരണ വിഭൂഷിതയായ മണവാട്ടിയെ പോലെ പ്രത്യക്ഷപ്പെടുന്ന പുതിയ യെരൂശലേം സഭയുടെ പ്രതീകമാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവണം എന്നാണ്. ശരിക്കും എന്താണ് വിവാഹം? വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധമില്ലാത്ത രണ്ടാളുകൾ തമ്മിൽ ഒന്നിച്ചു ചേരുന്ന അനുഭവമാണ് വിവാഹം എന്ന് പറയുന്നത്. സാധാരണഗതിയിലുള്ളതിന്റെ ഒരു മുകളിൽ കാണുന്ന, മുകൾ തട്ടിൽ കാണുന്ന ഒരു അർത്ഥം എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ആഴത്തിലേക്കൊന്നും അല്ല ഞാൻ പോകുന്നത്. ഇതിന്റെ മുകൾ തട്ടിൽ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിചയമില്ലാത്ത രണ്ട് ഇടങ്ങളിൽ നിന്ന് രണ്ടുപേരുടെ കൂടിച്ചേരലാണ് വിവാഹം എന്ന് നമുക്ക് അതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞ് നിർത്താം. അതിനെ ആഴത്തിലേക്ക് ഉള്ള അർത്ഥത്തിലല്ല ഞാൻ പോകുന്നത്. അപ്പൊ ആ ബന്ധം എങ്ങനെയാ നമ്മുടെ ക്രിസ്തുവും സഭയുമായിട്ട് ചേരുന്നത്? അയോഗ്യരായ നമ്മളെ യോഗ്യതയോടുകൂടി അവനോട് ചേർക്കുന്നു എന്നുള്ളതാണ്. അപ്പോ പരിചയമില്ലാത്ത രണ്ടാളുകൾ വിവാഹത്തിൽ വരുന്നത് പോലെ തന്നെ അയോഗ്യരായ നമ്മളെ ദൈവം ഏറ്റെടുത്ത് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന മണവാട്ടി സ്ഥാനം സർവ്വലോകത്തിനും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്നേഹത്തിന്റെയും രക്ഷയുടെയും പ്രതീകവുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചു വേർതിരിച്ച് മാറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ സഭയോട് ചേരുമ്പോൾ തന്നെ പെണ്ണ് കണ്ട് ചെറുക്കൻ കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഈ ഒരു ബന്ധം ക്രിസ്തുവും സഭയും തമ്മിൽ. അപ്പോ സഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, എങ്ങനെയുള്ള ആളുകളാണ്,
അവർക്ക് എന്തൊക്കെയാണ് യോഗ്യതകളുള്ളത്? അയോഗ്യരായിരുന്നിട്ടും ക്രിസ്തു നമ്മളെക്ക് വേണ്ടി മണവാളനായി തീരുന്ന അനുഭവം. ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ശരീരവും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയും മണവാട്ടിയും എന്നുള്ള വാക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതാണ് നാലാമത്തെ നമ്മുടെ പാഠത്തിൽ നമുക്ക് പറയുന്ന കാര്യങ്ങൾ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ അത് ഒന്നുകൂടി വിശദീകരിക്കേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ വിശദീകരിക്കാം. ഞാൻ സമയക്കുറവ് മൂലമാണ് അത്ര വേഗം അങ്ങനെ അങ്ങ് പോകുന്നത്. ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാറുണ്ടെങ്കിൽ നമുക്ക് ആ പാഠം ചോദിച്ചങ്ങ് പോകാമെന്ന് വിചാരിക്കും. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ആയിരിക്കും വെച്ചോ, ക്ലിയർ അതായിരിക്കും ചോദ്യമൊന്നുമില്ലാത്ത. ഓക്കെ, നമുക്ക് അഞ്ചാമത്തെ പാഠത്തിലേക്ക് പോയാൽ, ഇപ്പൊ നമ്മളിപ്പോ കണ്ടത് സഭ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനിയും ഏകസഭ, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന ഏറ്റവും വലിയ വിശ്വാസം ഒന്നാണ്. ഏകസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, കാതോലികവും അപ്പോസ്തോലികവുമായ ഏകസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ നിത്യവിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ പറയുന്നുണ്ട്. അതില് 4 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി സഭയെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന 4 വാക്കുകളാണ്. സഭയെ എന്താണ് സഭയെന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സഭയുടെ അടിസ്ഥാനം എന്തെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, സഭ ഏകമാണ്, വിശുദ്ധമാണ്, കാതോലികമാണ്, അപ്പോസ്തോലികമാണ്. ഈ 4 വാക്കുകളും നമുക്ക് വളരെ അറിയാവുന്ന കാര്യങ്ങളാണ്. പുതിയ നിയമത്തിൽ സഭയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏകം, വിശുദ്ധം എന്ന് പറയുന്നത്. എന്നാൽ 2-ാം നൂറ്റാണ്ടിൽ തന്നെ ഉപയോഗിച്ചു തുടങ്ങിയ വാക്കുകളാണ് കാതോലികവും അപ്പോസ്തോലികവും എന്നൊക്കെ പറയുന്നത്. പഴയ കാലത്ത് തന്നെ ഉപയോഗിച്ചു തുടങ്ങിയ വാക്കുകളാണ്, വിശ്വാസ പ്രമാണത്തിൽ വന്ന വാക്കുകളാണ്. അപ്പോ സഭ ഏകമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരർത്ഥമല്ല, അത് ഒരുപാട് അർത്ഥമുണ്ട്. ഒത്തിരി ഡെറിവേറ്റീവ്സ് ഉള്ള ഒരു വാക്കാണ് ഏകം എന്ന് പറയുന്നത്. ഏതൊക്കെ ഏകമാണ്, എങ്ങനെയാണ് ഏകമാകുന്നത്, എങ്ങനെയാണ് ഒന്നായി നിലനിൽക്കുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. ഇതിനകത്ത് ഒരുപാട് ഉപചോദ്യങ്ങളൊക്കെ നമ്മുടെ സംശയങ്ങളിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. യേശുക്രിസ്തുവിന്റെ സഭ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങുന്നത് ഒന്നേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് വിവിധ സഭകളൊക്കെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അത് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുമുണ്ട്. 2 കാര്യങ്ങളാണ് സഭയെക്കുറിച്ച് പറയുന്നത് പോലെ, ഞാനും പിതാവ് ഒന്നാകുന്നത് പോലെ ഇവർ ഒന്നായിരിക്കണം. അതിന് സഭയെന്നൊരു ഒരു ചിന്ത അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ സഭയിലുള്ള എതിരുകൾ നമുക്കറിയാമല്ലോ, അതൊക്കെ ദൈവത്തിന് വിരുദ്ധമാണ്, ക്രിസ്തുവിന് വിരുദ്ധമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ഐക്യം നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവം നമ്മളിലുണ്ട്. ഈ ഭിന്നതകൾ ഉണ്ടാകരുത് എന്ന് വിചാരിക്കുക ഒറ്റ കാരണമുള്ളൂ: ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു മാമോദീസായി. ഇതാണ് ഏകസഭ എന്ന് പറയും. ഇതിൽ നിലനിൽക്കുന്ന ഒന്നാണ് ഏകസഭ. ഒരു കർത്താവും, ഒരു വിശ്വാസവും, ഒരു മാമോദീസായി. ഇതിൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഏകസഭ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഭിന്നതകൾ ഉണ്ടാകുന്നത്? ഭിന്നതകൾ ഉണ്ടാകുന്നതിന് പ്രത്യേക വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്കറിയാവുന്നത് പോലെ തന്നെ സ്ഥാനമാനങ്ങളുടെ, അധികാരത്തിന്റെ മത്സര സ്വഭാവങ്ങളെല്ലാം ഇതിന് കാരണമാണ്. അത് മാത്രമല്ല, വിശ്വാസ സംബന്ധമായ ചില വിഷയങ്ങൾ, അത് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുമ്പോഴായാലും വിശ്വാസങ്ങളെ വിശകലനം ചെയ്യുമ്പോഴായാലും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലുള്ള തർക്കങ്ങളും ഒക്കെ ഓരോ സഭകൾ ഭിന്നതപ്പെട്ടു പോകാനുള്ള കാരണമായി വരാറുണ്ട്. അപ്പോൾ ഏക ഇടയന്റെ കൂടെയുള്ള ഏക സഭയായി സഭ നിലനിൽക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനമെല്ലാം ക്രിസ്തുവിലാണെങ്കിലും ക്രിസ്തു ഭിന്നിച്ചു നിൽക്കുന്ന സഭകളിൽ ഇല്ല എന്ന്
നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഭിന്നതകൾക്കിടയിലും ഈ തർക്കങ്ങൾക്കിടയിലും ഒക്കെ പ്രശ്നമായി പോകുന്നത് ക്രിസ്തു എന്ന വിശ്വാസത്തിലും അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുമാണ് കോട്ടം തട്ടുന്നത് എന്ന് നമ്മൾ എപ്പോൾ ചിന്തിക്കുന്നുവോ, എപ്പോൾ തിരിച്ചറിയുന്നുവോ, അപ്പോൾ മാത്രമേ തർക്കങ്ങൾക്കും അധികാര വടംവലികൾക്കുമൊക്കെ ഒരവസാനം ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിക്കുക. സഭയുടെ വഴക്കുകളും കാര്യങ്ങളും അതിന്റെ ഭൗതികമായ വശങ്ങളൊക്കെ രണ്ടാമത്തെ തലം. അതിന് മറ്റു ചില തലങ്ങളൊക്കെ ഉണ്ട്. ഭൗതികമായ ചില തലങ്ങൾ വേറെയുണ്ട്. എന്നാൽ ആത്മീക തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്നായി പോകണം, ഒന്നായി ചേരണം എന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് മാതൃക, ഒന്നായി പോകണം എന്നതിന് മാതൃകയായി നമുക്ക് നൽകിയിരിക്കുന്നത് തൃത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വമാണ് അതിന്റെ മാതൃകയായി നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെ ഒന്നായി പോകാം? മൂന്നായിരിക്കുമ്പോഴും ഒന്നായി പോകുന്ന തൃത്വം. ആ തൃത്വത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ബന്ധങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമ്മളെ ബന്ധുക്കോസ്തി ശുശ്രൂഷയിൽ 3 ശുശ്രൂഷകൾ നടത്താറുണ്ട്. ഒന്ന് പിതാവിന്റെയും, ഒന്ന് പുത്രന്റെയും, പരിശുദ്ധാത്മാവിന്റെയും നാമം. അപ്പോ അതിന്റെ പ്രമിയോനുകളിലെല്ലാം, പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ക്നൂമായേക്കാൾ വലുതോ ചെറുതോ അല്ല എന്ന് പറയുന്നുണ്ട്. ഒന്നൊന്നിനേക്കാൾ വലുതല്ല, ഒന്നൊന്നിനേക്കാൾ വ്യത്യാസമില്ല, ഒന്നൊന്നിൽ നിന്ന് മറ്റൊന്നായി കാണാൻ സാധ്യമല്ല എന്ന് നമ്മൾ എല്ലാ പ്രാർത്ഥനകളിലും ചൊല്ലുന്നുണ്ട്. അതിന് കാരണം പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ ആവാസം ഇല്ലാതെ ഒന്നും പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ എക്സ്റ്റംപററി പ്രയർ, നമ്മുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ആളുകൾ അതൊരു നവീകരണ പ്രാർത്ഥനകളുടെ ഒരു സ്വാധീനത്തിൽ നിന്ന് വന്നു പോയതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചില ആളുകളെങ്കിലും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ എന്ന് പറയാറുണ്ട്. അതല്ല നമുക്ക് ആവശ്യം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്, തൃത്വത്തിന്റെ നാമത്തിലാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിലെ പട്ടക്കാരൻ ചൊല്ലുന്ന ഏത് പ്രാർത്ഥനയും എടുത്തു നോക്കിക്കേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും, ഇങ്ങനെ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പിതൃപുത്ര പരിശുദ്ധാത്മാക്കളുടെ ഒരു ഒരുമ, ഒരു ചേർച്ച ഇല്ലാതെ ഒരു പ്രാർത്ഥനയും നമുക്കില്ല. അതുകൊണ്ട് ഒന്നിൽ നിന്ന് വ്യത്യസ്തമല്ല. അതുകൊണ്ട് തൃത്വം എന്ന് പറയുന്നത് മുറിഞ്ഞു പോകാത്ത, വിട്ടുപോകാത്ത, അകന്നു പോകാത്ത ഒരു സ്നേഹത്തിലേക്ക് വിളിച്ച് ഒന്നിച്ച് ചേർത്തിരിക്കുന്ന ഒരു അനുഭവമായി വരുന്നു. അതുകൊണ്ട് മനുഷ്യബന്ധങ്ങൾ മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ തൃത്വത്തിന്റെ ബന്ധം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതുകൊണ്ട് ഇനി സഭയുടെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഐക്യത്തിന്റെ അടിസ്ഥാനം എന്താ? യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ ജീവിതം, മരണം, ഉയിർപ്പ് എന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണ് തൃത്വത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിന്റെ മരണം, ഉയിർപ്പ്, ആ രക്ഷാകരമായ അനുഭവം, ഇതെല്ലാം ചേരുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തിരുശരീര രക്തങ്ങളുടെ സംബന്ധം, കർത്താവിന്റെ തിരുശരീര രക്തങ്ങളുടെ സംബന്ധം. അതുകൊണ്ട് നമ്മൾ പറയുക, നമ്മൾ ഒരേ അപ്പത്തിന്റെ അംശികളാണ് എന്ന് പറയുന്നതിന്റെ കാരണം അതൊരു ഐക്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നു. അപ്പോ ഒരേ അപ്പത്തിന്റെ അംശം എങ്ങനെയാണ് വരിക? ഒരു ദേവാലയം മറ്റൊരു ദേവാലയത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. കാരണം എന്താ? നമ്മളെല്ലാം ചരിത്രകാലം മുതൽ വിശുദ്ധ കുർബാനയുടെ അംശങ്ങൾ കൈമാറി ചേർന്ന് വരുന്നവരാണ്. വിശുദ്ധ കുർബാനയുടെ അമീറ ഉണ്ടാക്കുന്നത്, അപ്പം ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥമൊക്കെ അറിയാമായിരിക്കും, എങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് സൂചിപ്പിച്ചു പോകാം. ഈ അമീറ ഉണ്ടാക്കുന്നത് പുളിപ്പ് വെച്ചാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഒരു പ്രാവശ്യം കുഴച്ചു വെക്കുന്നതിൽ നിന്ന് അല്പം പുളിപ്പെടുത്ത് മാറ്റി വെച്ച് അടുത്ത അപ്പം ഉണ്ടാക്കുമ്പോൾ ആ പുളിപ്പൂടി ചേർത്താണ് അപ്പം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ അപ്പം ചേർത്താണ് പോവുക. അതുകൊണ്ട് അങ്ങനെ ചേർത്ത് പോകുമ്പോ ഒരു ദേവാലയം തുടങ്ങുമ്പോഴും അങ്ങനെ അടുത്ത ദേവാലയത്തിൽ നിന്ന് പുതിയൊരു ഒന്നുമില്ലായ്മയിൽ നിന്നൊരു ദേവാലയം തുടങ്ങുമ്പോഴും എങ്ങനെയാ? തൊട്ടപ്പുറത്തെ പള്ളിയിൽ നിന്ന് പുളിപ്പ് കൊണ്ടുവന്ന് ഇവിടെ ചേർത്ത് വെച്ചാണ് പോവുക. അതുകൊണ്ട് ഈ ബന്ധം ഒരിക്കലും ഒരു കണ്ണി പോലെ
നഷ്ടപ്പെട്ടു പോകാതെ ഓരോ കണ്ണിയും ചേർന്ന് പോകുന്ന. അതുകൊണ്ട് ഒരേ അപ്പത്തിന്റെ അംശികളാകുന്ന നമുക്ക് ഒരിക്കലും മുറിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഐക്യമെന്ന് പറയുന്നത് സഭയെ ചലിപ്പിക്കുന്ന ഒരു ശക്തിയാണ്, വിശ്വാസത്തെ നിലനിർത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് വിശ്വാസത്തിലുള്ള ഐക്യം, ക്രിസ്തുവിന്റെ ജീവിതവും മരണവും ഉയർപ്പും ചേർന്ന് വരുന്ന ഒരു വിശ്വാസം, അതിൽ അനുദിനമായി നമ്മളെ വഴി നടത്തുന്ന അനുഭവങ്ങളുണ്ട്. അത് നിശ്ചലമായി പോകാതെ എന്നും ചലനാത്മകമായി മുൻപോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ തൃത്വത്തിന്റെ മാതൃക. അതുകൊണ്ട് നിയമങ്ങൾ വെച്ചോ വിശ്വാസ പ്രമാണങ്ങളുടെ ഏകീകരണമോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനെ തടുക്കാനായിട്ട് സാധ്യമല്ല എന്നാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടത് ഒന്നാണ്, വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഉള്ള നമ്മുടെ ചിന്തകളെ സംബന്ധിച്ചും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനെ സംബന്ധിച്ചും വിശുദ്ധ കുർബാനയിൽ പങ്കാളികളാകുന്നതിനെ സംബന്ധിച്ചുമുള്ള അപ്പൊ വിശ്വാസികൾക്ക് വേണ്ടിയാണ് വിശുദ്ധ കുർബാന നമ്മൾ പറയുന്നത്. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, യാചിക്കേണ്ടും സമയം ഇതാ നമ്മൾ ചൊല്ലുന്നുണ്ട്, അതിൻ്റെ അകത്ത് പാടുന്നുണ്ട്, അനുഭവിക്കുന്നവർക്കായി അനുഷ്ഠിക്കുന്ന ഈ കുർബാന എന്ന് പറഞ്ഞാൽ ഈ കുർബാന കാണുന്നവർക്ക് വേണ്ടിയല്ല, ഇത് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ഒരു ഐക്യത്തെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട്. ക്രിസ്തുവിനെ അനുഭവിക്കുക, ക്രിസ്തുവിനെ അനുഭവിക്കുന്നതോടുകൂടി എന്താ, ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ വാങ്ങിപ്പോകുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ കുർബാനയിൽ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്ന പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ നിത്യനാശത്തിന് വിട്ടുകൊടുക്കരുതേ. എന്താ കാരണം? അവരുടെ ഉള്ളിൽ നിന്റെ തിരുശരീര രക്തങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നുവല്ലോ, അതുകൊണ്ട് അവരെ നാശത്തിന് വിട്ടുകൊടുക്കരുതേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിത്യജീവൻ അവകാശികളാകുന്ന നമുക്ക് സഭയുടെ ശരീരമായി നിലനിൽക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ, രണ്ട് തരത്തിലുള്ള ചിന്തകൾ ഇതിനെ സംബന്ധിച്ചുണ്ട്. ഒന്ന്, ഐക്യത്തിന്റെ ആദ്യഘട്ടമായി നമ്മളിൽ നിൽക്കുന്നത് ഒന്ന് കർത്താവിന്റെ തിരുശരീരമായി മാറുക എന്നുള്ളതാണ്. ഇതിനകത്ത് നവീകരണ സഭകളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒന്ന്, നവീകരണ സഭകൾ അവർക്ക് ആദ്യം വിശുദ്ധ കുർബാനയിലുള്ള സംസർഗം അവർക്ക് ഉണ്ടാവണം. രണ്ടാമതേ ഉള്ളൂ വിശ്വാസത്തിലുള്ള ഐക്യം. ഒന്ന്, അവര് നവീകരണ സഭകൾ എന്താ ചെയ്യുന്നത്? അവർക്ക് ഇപ്പൊ നമ്മൾ പോയാൽ ആർക്കും വിശുദ്ധ കുർബാന അനുഭവിക്കാം, ആർക്കും വിശുദ്ധ കുർബാനയിൽ കൈക്കൊള്ളാം, അതിൽ ചേർന്ന് പോകാം. പിന്നീട് വിശ്വാസമുള്ള ഐക്യമൊക്കെ രണ്ടാമത്തെ ഭാഗമായിട്ടേ അവരതിനെ കാണുന്നു. എന്നാൽ ഓർത്തഡോക്സ് സഭകൾ എങ്ങനെയാ കാണുന്നത് അതിനെ? ഓർത്തഡോക്സ് സഭ കാണുന്നത് ആദ്യം വിശ്വാസത്തിലുള്ള ഐക്യം, പിന്നീട് വിശുദ്ധ കുർബാനയിലുള്ള സംസർഗം. അതൊക്കെ നമ്മൾ പലപ്പോഴും ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആളുകളിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ചില ആളുകൾ ചോദിക്കും, ഈ സഭയിൽ മാമോദിസ മുങ്ങി, ഈ സഭയിൽ മാമോദിസ മുങ്ങി, ഇവിടെ ജനിച്ചു, ഇവിടെ സൺഡേ സ്കൂൾ പഠിച്ചു, വളർന്നു, ഒരു പെൺകുട്ടിയെ മറ്റൊരു സഭയിലേക്ക് വിവാഹം ചെയ്ത് അയച്ചു. അവര് തിരിച്ചു വരുമ്പോ എന്തുകൊണ്ടാ ഇവിടെ മാമോദിസ മുങ്ങിയ കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുക്കാത്തത്? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതൊരു വലിയ ചോദ്യമാണ്. അപ്പോ അതിനൊരർത്ഥമുണ്ട്, നമുക്ക് ഉണ്ടായിരുന്നതിനെ നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒരു വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള സംസർഗമില്ല എന്നാണ് പറയുക. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്, ആദ്യം വിശ്വാസത്തിലുള്ള ഐക്യം നിലനിർത്തണം. മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകുന്ന ആൾ ഈ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയി എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ സഭയുടെ വിശ്വാസത്തിൽ, അതിന്റെ ഏറ്റുപറച്ചിലിൽ, അതിന്റെ അനുഭവത്തിൽ നിന്ന്, അതുകൊണ്ടാണ് നമ്മൾ പറയുക നമ്മുടെ വിശ്വാസം നേരെ തിരിച്ചാണ്. എന്താ? ആദ്യം വിശ്വാസത്തിലുള്ള ഐക്യം ഉണ്ടാവണം, പിന്നീട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിശുദ്ധ കുർബാനയുള്ള സംസർഗം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെയാണ്. അതുകൊണ്ട് ഈ ഐക്യം ആർക്കൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് അടുത്തത്. ഐക്യം ഈ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, സഭയുടെ ഐക്യം അല്ലെങ്കിൽ ഒന്നിച്ചു ചേരുന്ന സഭയുടെ ഭാഗമായി വരുന്നത് ഈ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല. പിന്നെ ആരാ? വാങ്ങിപ്പോയവരും
ജീവനുള്ളവരും എല്ലാ വിശ്വാസികളും സർവരും ഒരുമിച്ച് ചേരുന്ന ഒരിടമാണ് ഈ വിശ്വാസത്തിന്റെ ഐക്യത്തിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പള്ളിയിൽ ദേവാലയത്തിൽ വരുമ്പോൾ നമുക്കറിയാമല്ലോ, ദേവാലയത്തിന്റെ മധ്യത്തിൽ ഒരു ചുവന്ന പരവതാനി വിരിച്ചിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടിയാ? അത് വാങ്ങിപ്പോയ വിശ്വാസികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധന്മാരെല്ലാം അതിന് ചുറ്റുമുണ്ട്, മാലാഖമാരുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം കൂടി ചേർന്നുള്ളതാണ് നമ്മൾ ബലി എന്ന് പറയുന്നത്. ഈ ഐക്യം അവരൊരുമിച്ച് ചേർന്നാണ് പോവുക. ഇനി മറ്റൊരു കാര്യം, സഭയിലെ കാര്യങ്ങൾ, രണ്ട് വാക്കുകൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ആ സ്ക്രീനിൽ രണ്ട് വാക്കുകൾ കാണാം. ഒന്ന് യൂണിറ്റി, മറ്റൊന്ന് യൂണിഫോമിറ്റി. രണ്ട് വാക്കുകളുണ്ട്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ സഭയുടെ ഐക്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഒരുപോലെ ആകണം എന്നതാണ് യൂണിഫോമിറ്റി. അത് അങ്ങനെയാണല്ലോ, യൂണിഫോം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, എല്ലാം ഒരുപോലെ ആവുക എന്നതാണ് യൂണിഫോം എന്ന് പറയുന്നത്. പക്ഷേ ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ശക്തിയായി ചേർന്ന് നിൽക്കുന്നതിനെയാണ് യൂണിറ്റി എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരുടെ വിശ്വാസം നമുക്ക് പ്രശ്നമല്ല, മറ്റുള്ളവരുടെ ആദർശങ്ങൾ നമുക്ക് നമുക്ക് പ്രശ്നമല്ല, മറ്റുള്ളവരുടെ രീതികൾ, ആരാധനാ രീതികളോ ആചാര അനുഷ്ഠാനങ്ങളോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. അതാണ് യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരേപോലെ ആയിരിക്കണം. ഞാൻ ചെയ്യുന്നത് പോലെ നീ ചെയ്യണം, നീ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യണം. എൻ്റെ ആചാരം നിന്റെ ആചാരം, നിന്റെ ആചാരം എൻ്റെ ആചാരം, ഞാൻ ചെയ്യുന്ന സഭയുടെ വിശ്വാസം എല്ലാം നിന്റെ സഭയും ചെയ്യണം. അങ്ങനെ യൂണിഫോമിറ്റി ഇല്ല, അങ്ങനെ സാധ്യമല്ല. കാരണം എന്താ? ഓരോ സഭകളും ഉണ്ടായിട്ടുള്ളത് പ്രാദേശികമായ പശ്ചാത്തലത്തിലാണ് സഭകൾ പലതും ഉണ്ടായിട്ടുള്ളത്. പൗലോസ്ലീഹ ഉണ്ടാക്കിയ സഭകളെല്ലാം അങ്ങനെ ആയിരുന്നല്ലോ. ആ പ്രദേശത്തിന്റെ പ്രത്യേകതയിൽ ഉണ്ടായിട്ടുള്ളതാണ് ഇതെല്ലാം. അതുകൊണ്ട് ഓരോ സഭകളും ഉണ്ടായിട്ടുള്ളത് നമുക്ക് നോക്കി. നമ്മൾ ഓർത്തഡോക്സ് ചർച്ചസ് എല്ലാം എടുത്ത് നോക്കി. ഓർത്തഡോക്സ് ചർച്ചസ് എല്ലാം എന്താ? ഓരോ രാജ്യത്തിലും ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് നമ്മൾ ഇന്ത്യയുടെ പാരമ്പര്യം അനുസരിച്ചും അതിന്റെ തദ്ദേശീയമായ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ചില കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിലും ആചാരത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ഒന്നാണ് ഈ സഭകളിലുള്ള വ്യത്യാസം. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും സഭകൾ തമ്മിൽ ഐക്യമുണ്ട്. അതുകൊണ്ട് യൂണിഫോം കാര്യങ്ങളല്ല നമുക്ക് ആവശ്യം, യൂണിറ്റിയാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഓരോ സഭകൾക്ക് അവരവരുടേതായ സ്വയം ശീർഷകത്വമുണ്ട്, അവരവരുടേതായ സ്വയം ഭരണമുണ്ട്, അവരവരുടെ സ്ഥലത്തിനനുസരിച്ച് അവർ ജീവിക്കുന്ന ഇടങ്ങളനുസരിച്ചുള്ള വ്യത്യാസങ്ങളും രീതികളും വേഷവിധാനങ്ങളും ഒക്കെ അതിന് ബാധകമാക്കി തീർക്കുമ്പോൾ, അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ അവരുടെ വിശ്വാസ രീതികൾ അനുസരിച്ച് പ്രാദേശികമായ ഒരു അനുഭവമുള്ള ഈ സഭകളെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് യൂണിറ്റി ഉണ്ടാകുന്നത്. എന്നാൽ യൂണിഫോമിറ്റി വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം. കാരണം ഓരോ സഭയുടെ ഐക്യം എന്ന് പറയുന്നത് എല്ലാവരും ഒന്നുപോലെ ചെയ്യണം എന്നല്ല, മറിച്ച് എല്ലാവരും അവരവരുടേതായ അവസ്ഥയിൽ ഒരുമിച്ച് ചേരുന്നതാണ്. അതുകൊണ്ടാണ്. പക്ഷെ ഇന്നത്തെ നമുക്കറിയാമല്ലോ, ഇന്നത്തെ രീതികളൊക്കെ വളരെ വ്യത്യസ്തമായി പോയിട്ടുണ്ട്. എക്യുമെനിസം എന്നൊക്കെ പറയുന്ന കൃത്രിമമായ ചില ചേർച്ചകൾക്ക് വേണ്ടി അതും ഇതുമൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുകയും ചേർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് വേഷം, ഭാഷ, ആരാധനയുടെ രീതികൾ ഇവയെല്ലാം സ്വതന്ത്രമായി ഓരോ സഭയും അവരുടെ ദേശീയതയും സംസ്കാരവും അവരുടെ കാലം, ദേശം, അവർ ജീവിക്കുന്ന സാഹചര്യം ഇതനുസരിച്ച് ഓരോന്ന് മാറി മാറിപ്പോകും. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഓർത്തഡോക്സ് സഭകളിൽ വ്യത്യാസമായ ഇടങ്ങളിൽ പല രീതിയിലുള്ള വേഷവിധാനങ്ങളുണ്ട്. വൈദികർക്കായാലും അവരുടെ പല രീതികൾക്കും വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും സമയമില്ല, പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വേണമെങ്കിൽ വിശദീകരിക്കാം. അതുകൊണ്ട് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് കൃത്രിമമായ ഒരു ഐക്യമല്ല നമുക്ക് ആവശ്യമാണ്. നമുക്ക് വേണ്ടത് യഥാർത്ഥ അർത്ഥത്തിൽ, യഥാർത്ഥ അനുഭവത്തിൽ, ഏകവിശ്വാസത്തിൽ ക്രിസ്തു എന്ന കേന്ദ്രീകൃത സഭയിലെ കേന്ദ്രീകൃത തലയുടെ അടിയിൽ ഒരേ അംശികളായി മാറുമ്പോൾ അതിൻ്റെ അകത്ത്
നമ്മളെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരനുഭവമായി നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് വിവിധ പ്രദേശങ്ങളിലുള്ള സഭകളെ കുറിച്ച് നമുക്ക് പഠിക്കുക. യേശുക്രിസ്തു ഏക കർത്താവായി നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ വിവിധ സംസ്കാരങ്ങളിലും വിവിധ ഭാഷകളിലും വിവിധ സാഹചര്യങ്ങളിലും ഓരോ ഇടങ്ങളിലും ഇപ്പം കൊരിന്തിലെ സഭയുടെ അനുഭവങ്ങളല്ല എഫേസോസിലെ സഭയ്ക്കുള്ളത്. പൗലോസ് സഭ സ്ഥാപിക്കുമ്പോൾ കൊരിന്തിലെ സഭയ്ക്ക് ഒരു രീതിയുണ്ട്. എഫേസോസിൽ ചിലപ്പോൾ അങ്ങനെ അല്ല, അല്ലെങ്കിൽ റോമിൽ ചെല്ലുമ്പോൾ അങ്ങനെയല്ല. ഓരോ ഇടങ്ങളിലും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഇത് ഏത് വേഷം ധരിച്ചാലും ഏത് അനുഷ്ഠാനങ്ങളിൽ പോയാലും ഏത് തദ്ദേശീയമായാലും ഇതെല്ലാം മനുഷ്യന്റെ ഐക്യത്തിനും നന്മയ്ക്കുമായി തീരണം എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഈ ഐക്യത്തിന്റെ ഉദ്ദേശം, ഈ ചേർന്ന് വരുന്നതിന്റെ ഉദ്ദേശം ഒറ്റ കാര്യമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം പോലെ എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് ചേർന്ന് ഈ മനുഷ്യകുലത്തിന് വേണ്ടി മുഴുവൻ, സൃഷ്ടികൾക്ക് മുഴുവനും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമായി ഈ ഐക്യം മാറുമ്പോൾ മാത്രമേ ഇതിന് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മൾ 5-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും അതിനെ സംബന്ധിച്ച് ചോദിക്കാനുണ്ടോ? സോറി, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, അത് മനസ്സിലായി സാർ, താങ്ക് യു. പക്ഷെ ബൈബിളിൽ ഒരു വാചകമുണ്ട്, യേശുക്രിസ്തു എന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും എന്നൊരു ജീസസ് പറഞ്ഞിട്ടുണ്ടല്ലോ. തമ്മിലുള്ള വ്യത്യാസമാണോ ചോദിച്ചത്? അതെ. അപ്പോഴേ യേശു തമ്പുരാൻ പറയുമ്പോൾ എന്റെ നാമത്തിൽ മാത്രം ചോദിച്ചാൽ എന്നല്ല. എന്ന് പറഞ്ഞാല് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളവർ എന്റെ നാമത്തിൽ ചോദിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്നൊരു വാക്കപ്പുറത്തുണ്ട്. ഉണ്ട്. പക്ഷെ നമ്മളൊരു പേരെടുത്ത് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്നൊന്നിൽ നിന്ന് വ്യത്യാസമല്ലാത്തത് കൊണ്ട് ഇപ്പൊ നിങ്ങൾ മാമോദീസ മുക്കാനായിട്ട് എല്ലാവരെയും സ്നാനം കഴിപ്പിക്കുന്ന ആരുടെ പേരിൽ സ്നാനം കഴിപ്പിക്കാനാണ് കർത്താവ് പറഞ്ഞു വിട്ടത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ. എന്താണ് എന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പറയാഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ല. അപ്പോ നിങ്ങൾ എന്റെ നാമത്തിൽ യാചിച്ചാൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ ലഭിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ഒന്നൊന്നിനെ ഒഴിവാക്കി പ്രാർത്ഥിക്കാൻ പാടില്ല. ഇപ്പൊ മാമോദീസ മുക്കാൻ പറഞ്ഞു വിടുമ്പോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അസൗഖ്യം കൊടുക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാം അതിനോട് ചേർന്ന. അപ്പൊ അതുകൊണ്ട് ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കാണുന്നില്ല, ഒന്നിനെ മാത്രം വലുതായി കാണുന്നില്ല, ഒന്നിൽ നിന്ന് മാത്രം വരുന്നതായി കാണുന്നില്ല. അതുകൊണ്ട് ഇത് മൂന്നും ചേർന്നാണ് എപ്പോഴും വരിക എന്നുള്ളത് കൊണ്ട് അതിന്റെ പൂർണ്ണതയിലേക്ക് പറയുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ കൊടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഈ സെദ്ര പ്രമേയൂൻ എന്ന് പറയുന്ന ആ വേർഡിന്റെ മലയാളം ഒന്ന് പറയാമോ? എന്താണ് ആക്ച്വലി സെദറ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പ്രാർത്ഥനയാണ്. ഇത് നിരനിരയായി നിന്ന് പ്രാർത്ഥിക്കുന്നതിനാണ് ഈ സെദറായും പ്രമിയോനും എന്നൊക്കെ പറയും. പ്രമിയോൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രിഫേസ് എന്നാണ്, അതിന്റെ ആമുഖമാണ്. ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ, അത് അതിന്റെ ആമുഖമാണ്. മറ്റേത് പ്രാർത്ഥന നിരനിരയായി പ്രാർത്ഥിക്കുന്നതിനാണ് സെദറ എന്ന് പറയുന്നത്. ഓക്കെ. പലപ്പോഴും നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചൊല്ലുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഹൂസോയ പ്രാർത്ഥന കൂടി ഉണ്ട്. പാപപരിഹാരം നൽകുന്നവനും എന്നൊരു പ്രാർത്ഥന കൂടെ ഉണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് അത് വരുന്നത്. പാപപരിഹാര പ്രാർത്ഥന. അപ്പൊ നമുക്ക് 6-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സഭയുടെ ഐക്യത്തെ സംബന്ധിച്ച്, ഏകം, വിശുദ്ധം, അപ്പസ്തോലികം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ വിശുദ്ധ സഭയെക്കുറിച്ചാണ് ഇനിയും അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് കാതോലിക സഭയെക്കുറിച്ച് അടുത്ത ദിവസമാണ് നമ്മൾ പറയുക. ഇന്ന് നമുക്ക് ഉള്ള
പാഠം എന്ന് പറയും വിശുദ്ധ സഭ. സഭ എങ്ങനെയാണ് വിശുദ്ധമാകുന്നത്? സഭയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കെട്ടിടമല്ല. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് ഒരു 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 ദേവാലയം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു കെട്ടിടത്തിന്റെ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അതൊരു ടെക്നിക്കൽ വേർഡാണ്, അല്ലെങ്കിൽ ടെക്നിക്കൽ രീതിയാണ്. നമ്മൾ പലപ്പോഴും സഭ ഒരു കെട്ടിടമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ സഭയെന്നാൽ ഒരു കെട്ടിടമല്ല, മറിച്ച് എല്ലാവരും ചേർന്ന് വരുന്ന ഒരനുഭവത്തെയാണ് സഭയെന്ന് പറയുന്നത്. സഭയെന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിൽക്കുന്ന ഒന്നല്ല. ഇപ്പം മനുഷ്യർ പാപികളാണ്, സഭ എങ്കിലും വിശുദ്ധമാണ്. മനുഷ്യർ പാപികളാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലെല്ലാം അവർ വിശുദ്ധ സഭയിലെ വിശുദ്ധ അംഗങ്ങൾക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അവരെ വിശുദ്ധരെന്നാണ് വിളിക്കുന്നത്. ആ വിശുദ്ധിയുടെ അനുഭവത്തിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് വിശുദ്ധർ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ആ മണവാട്ടിയോട് ചേർന്ന് ആ വിശുദ്ധി അനുഭവിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ എല്ലാവരും. അപ്പൊ ക്രിസ്തു എങ്ങനെ വിശുദ്ധമായിരിക്കുന്നുവോ അതുപോലെ തന്നെ സഭയും വിശുദ്ധമാണ് എന്നുള്ളതാണ്. യേശുക്രിസ്തു മനുഷ്യനായി തീർന്നത് കൊണ്ട് നമ്മുടെ നമ്മുടെ വിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ദൈവം ക്രിസ്തുവിലൂടെ മനുഷ്യ സ്വഭാവമുള്ളവനായി മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് അവന്റെ വിശുദ്ധിയിൽ നമ്മളെയും ചേർത്ത് ആ വിശുദ്ധിയുടെ അനുഭവം നമ്മളിൽ ഉണ്ടായി. പരിശുദ്ധാത്മാവിന്റെ ആവാസം ലഭിച്ചിട്ടുള്ള നമ്മൾ അതുമൂലം വിശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ്. ആ വിശുദ്ധി സഭയ്ക്ക് കിട്ടിയത് കൊണ്ട് നമ്മളും വിശുദ്ധരാണ്. അതാണ് സഭ. സഭയെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, കെട്ടിടത്തെക്കുറിച്ചല്ല. ആ പേര് കെട്ടിടത്തെക്കുറിച്ചല്ല, സഭയുടെ ഉള്ളിലുള്ള നമ്മളെക്കുറിച്ചാണ് സഭ എന്ന് ചേർത്ത് പറയുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത്, മണവാളനായ ക്രിസ്തു സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളെ എങ്ങനെ വിശുദ്ധരാക്കി തീർത്തു എന്നാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ പറയുന്നത്. അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. മണവാളനായ ക്രിസ്തു സഭയെ എന്ത് ചെയ്തു? സഭയെന്ന് പറഞ്ഞാൽ നമ്മെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. അപ്പൊ നമ്മളിലുള്ള കറകളെയും ചുളുക്കങ്ങളെയും നമ്മളിലുള്ള എല്ലാ കളങ്കങ്ങളെയും നീക്കി അവൻ വിശുദ്ധവും നിഷ്കളങ്കവുമായി നമ്മളെ തന്നെ അവന് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയാൻ സഭയെ എങ്ങനെയാണ് വിശുദ്ധീകരിച്ചത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം എന്നൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എന്ന് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നു. സഭയിൽ ആരൊക്കെ ഉണ്ട്, ആരോടൊക്കെയുള്ള സംസർഗമുണ്ട്, അതിനെക്കുറിച്ച് സഭയെക്കുറിച്ച് പറയുന്ന ഒരു പേരാണ് വിശുദ്ധന്മാരുടെ സംസർഗം എന്ന് പറയുന്നത്. സഭ എന്നാൽ വിശുദ്ധന്മാരുടെ സംസർഗമാണ്. വിശുദ്ധന്മാർ ഒരുമിച്ച് ചേരുന്ന ഇടമാണ് സഭ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സഭ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, വാങ്ങിപ്പോയവരും വിശുദ്ധരായ അനേകം സ്ത്രീ പുരുഷന്മാരുടെ സാന്നിധ്യവും ഒക്കെ ഈ സഭയ്ക്കകത്ത് ഉണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതിനകത്ത് നമ്മൾ വായിക്കുന്ന നമ്മൾ അതിനകത്ത് ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്, നമ്മുടെ സ്വസ്തോസിന്റെ ക്രമം. ഇപ്പൊ നമുക്കറിയാം 13 ക്രമങ്ങളുണ്ട് വിശുദ്ധ. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയാൻ പാടില്ല. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പട്ടക്കാരൻ 13 ക്രമങ്ങളുണ്ട്. ആ തക്സായിൽ 13 ക്രമങ്ങളുണ്ട്. അതിൽ പലരുടെയും ക്രമങ്ങളുണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്, ഒക്കെ ഉണ്ട്. യാക്കോബിന്റെ തക്സായാണ്, യാക്കോബിന്റെ ക്രമമാണ് ഏറ്റവും വലിയ ക്രമം. മറ്റ് ഈവാനിയോസിന്റേതും വിശുദ്ധ ഈവാനിയോസിന്റെ ക്രമവും ഏതാണ്ട് യാക്കോബിന്റെ ക്രമത്തോട് ചേർന്ന് വരുന്നതാണ്. യാക്കോബിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ സഹോദരനായ യാക്കോബിന്റെ ക്രമം എന്നാണ് പറയുക. ആ ക്രമമാണ് മിക്കവാറും പ്രധാനപ്പെട്ട ഇടങ്ങൾ. ഇപ്പൊ പട്ടംകൊട നടക്കുമ്പോൾ, പള്ളി കുദാശ നടക്കുമ്പോൾ, ആദ്യ കുർബാന ഒരു പട്ടക്കാരൻ ചൊല്ലുമ്പോൾ
ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ ഇത് ചൊല്ലണം. യാക്കോബിന്റെ ക്രമം ചൊല്ലണം. യാക്കോബിന്റെ ക്രമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രമം എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിന് പ്രാധാന്യം ഇല്ല എന്നല്ല, ഇതിന് മറ്റൊരു അർത്ഥമുണ്ട്. അത് വലിയൊരു ക്രമമാണ്, അതാണ് സാധാരണ ചൊല്ലുന്നത്. അതിൽ ഏറ്റവും ചെറിയൊരു ക്രമമാണ് സ്വസ്തോസിന്റെ ക്രമം എന്ന് പറയുന്നത്. ആ സ്വസ്ഥത്തിന് ക്രമം ചൊല്ലുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ, നിന്റെ കൃപയ്ക്ക് മക്കളും ഏകജാതനായ പുത്രന് സഹോദരങ്ങളുമായി തീരുവാൻ ഞങ്ങളെ സഹായിച്ച വിശുദ്ധ പിതാക്കന്മാരുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങളെ ബഹിഷ്കരിച്ച് കളയരുതേ എന്ന് 5-ാം തുബ്ദേന് മുമ്പ് പട്ടക്കാരൻ ചൊല്ലുന്ന പ്രാർത്ഥന നമുക്കറിയാമല്ലോ. ഓരോ തുബ്ദേൻ പ്രാർത്ഥനയിലും 3 പ്രാർത്ഥനകളുണ്ട്. പട്ടക്കാരൻ ഉറക്ക ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അത് എല്ലാവർക്കും കേൾക്കത്തക്ക പോലെ ചൊല്ലുന്ന പ്രാർത്ഥന. അപ്പോൾ രണ്ടാമത് ഈ തുബ്ദേൻ വായിക്കുന്ന ആൾ ആ പ്രാർത്ഥന ചൊല്ലും. തുബ്ദേൻ വായിക്കുന്ന ശുശ്രൂഷക്കാരൻ ആ പ്രാർത്ഥന ചൊല്ലുന്ന അതേ സമയം പട്ടക്കാരന് രഹസ്യ പ്രാർത്ഥന കൂടി ചൊല്ലുന്നുണ്ട്. അങ്ങനെ ഒരേ സമയം 3 പ്രാർത്ഥനകളാണ് തുബ്ദേനിൽ ഓരോ പ്രാർത്ഥനകൾക്കും ഉള്ളത്. നമുക്ക് 6 തുബ്ദേനുകളുണ്ട്. അപ്പൊ 6 3 18 പ്രാർത്ഥനകൾ ഒരു തുബ്ദേന്റെ അകത്തുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ആ തുബ്ദേൻ ചൊല്ലുന്നതെല്ലാം നമുക്കറിയാമല്ലോ, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, സമയം കളയുന്നില്ല. ഓരോ തുബ്ദേനുകളും ആർക്കൊക്കെ വേണ്ടിയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വിശുദ്ധ കുർബാനക്രമം എടുത്താൽ അതിന്റെ മേൽഭാഗത്തൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധന്മാരുമായുള്ള സംസർഗം നമുക്ക് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഈ 5-ാം തുബ്ദേനിൽ നമ്മൾ വായിക്കുന്നതിന് തൊട്ട് മുമ്പ് പട്ടക്കാരൻ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ ദൈവമേ, നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകജാതനായ പുത്രന് സഹോദരങ്ങളുമായി തീരുവാൻ ഞങ്ങളെ സഹായിച്ച വിശുദ്ധ പിതാക്കന്മാരുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങളെ ബഹിഷ്കരിച്ച് കളയരുതേ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരുമായുള്ള സംസർഗം. എന്തിനായി വിശുദ്ധന്മാരുമായുള്ള സംസർഗം ഉള്ളത്? അവരുടെ സാന്നിധ്യമുണ്ട്. സഭയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, പരിശുദ്ധന്മാരും പിതാക്കന്മാരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും എല്ലാവരും ചേരുന്നതാണ് സഭയും അതിന്റെ ആരാധനയും. അവരുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഓരോ ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ അവരുടെ സാന്നിധ്യമുണ്ട്. അത് മാത്രമല്ല, അതിനിടയ്ക്ക് മധ്യസ്ഥതയുമുണ്ട്. പരസ്പരമുള്ള പ്രാർത്ഥന, നാം അവർക്ക് വേണ്ടിയും അവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന പരസ്പര ബന്ധത്തിലുള്ള പ്രാർത്ഥന നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഭയെന്ന് പറയുന്നത് ഒരു പൊതു സമ്പത്താണ്. ഈ സഭയിലെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ സഭയെന്ന് പറയുന്ന അതിന്റെ നന്മയെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം, സഹായങ്ങൾ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തണം. പലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മുടെ ആളുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രവർത്തിച്ചാൽ മതി, ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. നമ്മുടെ ആളുകൾ കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള ആളുകളൊക്കെ. അങ്ങനെയല്ല, നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനാണ് നമ്മളെ കർത്താവ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ വിശ്വാസം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സഭയുടെ വിശുദ്ധി എന്ന് പറയുന്നത്, സഭ വിശുദ്ധമാണെന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധി എല്ലാവർക്കും നമ്മൾ മുറിച്ച് ചേർത്ത് കൊടുക്കണം, വ്യാപിപ്പിക്കണം. ഇത് എല്ലാവരുടെയും വിശുദ്ധിക്ക് കാരണമാകണം. ഒരു പ്രകാശം ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ടോർച്ച് നമ്മൾ അടിച്ചാൽ, അല്ലെങ്കിൽ ഒരു ബൾബ് ഇട്ടാൽ എങ്ങനെയാണോ തടസ്സമില്ലാതെ പ്രകാശം എല്ലായിടത്തേക്കും പോകുന്നത്, അതുപോലെയാണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത്. ഈ വിശുദ്ധി മറ്റുള്ളവരിലേക്ക് പകരാൻ സഭയ്ക്ക് കഴിയണം. അങ്ങനെ കഴിവില്ലാത്ത സഭകൾ ജീവനില്ലാത്ത സഭകളാണ്, അർത്ഥമില്ലാത്ത സഭകളാണ്. അർത്ഥമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറും. ഇതെവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? ഈ വിശുദ്ധി പരിശുദ്ധാത്മാവിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇതൊരു വരമാണ്. ഈ വരം, നമ്മൾ കഴിഞ്ഞ ദിവസം വരങ്ങളെ കുറിച്ച് പറഞ്ഞു. വരം കിട്ടുന്നതും എങ്ങനെയാ? ഒരു വരം കിട്ടിയാൽ അത് സ്വയം നന്മയ്ക്കല്ല, അത് ലോകം മുഴുവന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ലോകത്തിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യരാശിയുടെ മുഴുവൻ, വൃക്ഷലതാദികളുടെ, പക്ഷിമൃഗാദികളുടെ എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് വരം. ആർക്കും സ്വന്തം നന്മയ്ക്ക് വേണ്ടിയോ സ്വന്തം സഭയുടെ നന്മയ്ക്ക് വേണ്ടിയോ മാത്രമല്ല ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ വരം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആത്മാവിന്റെ വരങ്ങൾ പ്രകാശം പോലെ എല്ലാവർക്കും പകർന്നു കൊടുക്കേണ്ടതാണ് എന്ന് ചോദിക്കും. അവസാനമായി പറയുന്നത് ഇതെല്ലാം എങ്ങനെയാ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച നിരന്തരമായ നമ്മുടെ വളർച്ച ഇതിലൂടെ ഉണ്ടാകണം എന്നാണ്. ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില ചോദ്യങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. രക്ഷിക്കപ്പെട്ടോ എന്ന ചോദ്യം ഉണ്ടാകാറുണ്ട്.
അപ്പൊ നമ്മളൊക്കെ പലരും സംശയം ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ടോ? നമ്മുടെ സഭയിൽ ആരും ഇന്ന് വരെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ല, രക്ഷിക്കപ്പെട്ട ഒരു സമയം പറഞ്ഞിട്ടില്ല, എപ്പോഴാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ആർക്കും ഒട്ടും അറിയാൻ പാടില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ടവരാണ്. എപ്പോൾ രക്ഷിക്കപ്പെട്ടു? വിശുദ്ധ മാമോദീസായിലൂടെ രക്ഷിക്കപ്പെട്ടു. എന്നാൽ മാമോദീസായിലൂടെ രക്ഷിക്കപ്പെട്ട നമുക്ക് ഒരു സ്വിച്ച് ഇട്ടതുപോലെ ഒരു ദിവസം കൊണ്ട് രക്ഷ പൂർണ്ണമായി കിട്ടുന്ന ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ദിവസം ഒരു 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 ചെറിയൊരു പാത്രത്തിൽ പൊതിഞ്ഞ് കെട്ടി കയ്യിലോട്ട് തന്ന്, ഇതാണ് ഇന്ന് മുതൽ നീ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നീ ഇന്ന് മുതൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. മറിച്ച് നമുക്ക് ലഭിച്ച രക്ഷ പൂർണ്ണമാണെങ്കിലും നമ്മുടെ പാപങ്ങൾ കൊണ്ടോ കുറവുകൾ കൊണ്ടോ ഈ രക്ഷ കുറഞ്ഞു പോകാനുള്ള സാധ്യത, നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ജീവിതാവസാനം വരെ ആ ഒരു ചാപ്പ കുത്തി മുദ്ര കുത്തി രക്ഷിക്കപ്പെട്ടവരായി ജീവിക്കാനുള്ളതല്ല. രക്ഷയിൽ നിരന്തരമായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ആ രക്ഷയുടെ വളർച്ചയുടെ ഇടയിലാണ് പലപ്പോഴും നമുക്ക് പാപങ്ങളും കുറവുകളും വന്നു പോകുന്നത്, രക്ഷയുടെ അനുഭവത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിന്റെ തിരുശരീരക്തങ്ങളെ വിശുദ്ധ കുർബാന, വിശുദ്ധ കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോയ രക്ഷയുടെ അനുഭവത്തെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ വീണ്ടും ശക്തിയോടെ ആ രക്ഷയിൽ വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറി ജീവിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ഈ ലോകം പാപമുള്ളതാണ്, കുറവുള്ളതാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ലോകത്തിൽ തന്നെ ജീവിക്കണം. ഒറ്റ കാര്യമേ ഉള്ളൂ, വെള്ളവും വള്ളവും തമ്മിലുള്ള ബന്ധം പോലെ വള്ളം വെള്ളത്തിലാണ് കിടക്കുന്നത്, പക്ഷേ വെള്ളം വള്ളത്തിൽ കയറാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം. വെള്ളം വള്ളത്തിൽ കിടക്കുന്നു, വള്ളം വെള്ളത്തിൽ കിടക്കുന്നു, എന്നാൽ വെള്ളം വള്ളത്തിൽ കയറാൻ പാടില്ല. ഇതാണ് നമ്മുടെ ലോകവും നമ്മളും തമ്മിലുള്ള ബന്ധം. ഈ ലോകത്തിൽ തന്നെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ഞാൻ നിന്നോട് പറയുന്നത്. മറിച്ച് ഈ ലോകത്തെ ജയിക്കാനുള്ള ശക്തി അവർക്ക് കൊടുക്കണം, അതിനെ മറികടക്കാനുള്ള ശക്തി അവർക്ക് കൊടുക്കണം. അതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശുദ്ധിയും. ഈ സഭ ഈ ലോകത്തിൽ തന്നെ നിലനിൽക്കും. ഈ ലോകത്തിന്റെ അശുദ്ധികളിൽ പെടാതെ, ലോകത്തിന്റെ പാപങ്ങളിൽ പെടാതെ നിരന്തരമായി വളർന്ന് ദൈവസ്നേഹത്തിലും ദൈവപ്രകാശത്തിലും വിശുദ്ധിയിലും വളർന്ന് സഭ ലോകത്തിന് നല്ല സാക്ഷ്യമായി തീരുന്ന ഒരനുഭവം. സഭയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരു കെട്ടിടമെന്നല്ല, ഒരു കൂട്ടമാണ്, വിശുദ്ധരുടെ ഒരു കൂട്ടമാണ്. ആ കൂട്ടത്തിന് ഒരിക്കലും വിശുദ്ധി, അതിൽ ഓരോ അംഗങ്ങളും പ്രധാനപ്പെട്ടവരാണ്. എന്റെ വിശുദ്ധിയുടെ നഷ്ടം എന്റെ സഭയുടെയും എന്റെ കൂട്ടത്തിന്റെയും നഷ്ടമാണ്. എന്റെ പ്രകാശം ഈ ലോകത്തിന്റെയും ഈ സഭയുടെയും കൂട്ടായ്മയുടെയും പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിരന്തരമായി ജീവിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ വിശുദ്ധിയിൽ നമുക്കും മുൻപോട്ട് പോകാനായിട്ട് കഴിയും. അതാണ് സഭ, അതിന്റെ വിശുദ്ധി, അതിന്റെ പ്രകാശം, അതിന്റെ നന്മ, അതിന്റെ അനുഗ്രഹം. അങ്ങനെ നമുക്ക് 6 പാഠങ്ങൾ അവസാനിച്ചു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഉള്ളതാണ്. രണ്ടാമത്തെ ഒരു യൂണിറ്റ് നമുക്ക് അവസാനിച്ചു. ഇനി നമുക്കുള്ളത് രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കൺക്ലൂഡ് ചെയ്യാൻ സമയമായി. ഓക്കെ, കഴിഞ്ഞു. പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, പ്രാർത്ഥിക്കാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാസം നാം എല്ലാവരുടെ മേലും, നമ്മുടെ സഭകളിന്മേലും ഇടവകളിന്മേലും, ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും, വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും, സഭയിന്മേലും നാടിന്മേലും ഇടവകയിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.